ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ലിഖിത സമർപ്പണത്തിനെ കുറിച്ചാണ്. ഗുരുവായൂരപ്പന് ലിഖിത സമർപ്പണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനം അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് നീലാരവിന്ദ മിഴികൾ പൂട്ടി വൃന്ദാവനത്തിൻ്റെ പുണ്യമായി അമ്പാടി പൈതലി നീയുറങ്ങൂ. ലിഖിത സമർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന് ചെയ്യുന്ന വഴിപാടുകളിൽ സമർപ്പണങ്ങളിൽ വെച്ച് ഏറ്റവും മാഹാത്മ്യമേറിയ സമർപ്പണമാണ് ലിഖിത സമർപ്പണം. എങ്ങനെയാണ് ഈ ലിഖിത സമർപ്പണം ചെയ്യേണ്ടത്, എപ്പോഴൊക്കെ ചെയ്യാം, എവിടെയാണ് സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നാമങ്ങളാണ് നമ്മൾ ലിഖിത സമർപ്പണത്തിനായി എടുക്കുക. ഒന്നെങ്കിൽ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതുമല്ലെങ്കിൽ നാരായണ 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 നാമം മാത്രം എഴുതിയാലും മതി. അതിനായി നിങ്ങളൊരു ചെറിയ ബുക്ക് വാങ്ങുക. അതിനുശേഷം കുളിച്ച് ശുദ്ധമായി മത്സ്യ മാംസാദികളൊന്നും തന്നെ കഴിക്കാതെ നല്ല ശുദ്ധിയോടുകൂടി തന്നെ നമ്മൾ നാളെ മുതൽ നമ്മുടെ ഭഗവാന് ലിഖിത സമർപ്പണത്തിനുള്ള ഒരുക്കമാണെന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ഒരു 100 പേജാണെങ്കിൽ ഒരു ദിവസം 1 പേജ് എന്ന കണക്കിൽ നിങ്ങൾ എഴുതി തുടങ്ങുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ആ സമർപ്പണത്തോടു കൂടി അത് പൂജാ റൂമിൽ വേണം ആ ബുക്കും പേനയും വെക്കാൻ. എഴുതി തുടങ്ങുക. ഒന്നെങ്കിൽ അതികാலை അല്ലെങ്കിൽ വൈകുന്നേരം, അല്ല സമയമുണ്ട് നിങ്ങൾക്കതെങ്കിൽ എപ്പം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ മത്സ്യം മാംസമൊന്നും ഉപയോഗിക്കാതെ സമയത്ത് വേണം ലിഖിത സമർപ്പണത്തിന് നമ്മൾ തയ്യാറാവാൻ. അങ്ങനെ ആ ബുക്ക് പൂർത്തിയാകുന്നിടം വരെ ആ രീതിയിലായിരിക്കണം. അതിനർത്ഥം നിങ്ങളതൊന്നും കഴിച്ചുകൂടാന്നല്ല, ഇത് എഴുതുന്നതിന് മുൻപ്. അപ്പോൾ നിങ്ങൾ അതികാലെ ഉണരുമ്പോൾ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് ഇത് എഴുതിയാൽ അത്രയും മേന്മ. പീരീഡ്സ് ആകുമ്പോൾ ഒരു കാരണവശാലും നാമം എഴുതാൻ പാടില്ല. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, പറഞ്ഞുകൊണ്ട് എഴുതുക. ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതിലേത് മന്ത്രമാണോ നിങ്ങൾ ലിഖിത സമർപ്പണത്തിന് തിരഞ്ഞെടുക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് എഴുതുക. ഇരട്ടി പുണ്യമാണ്. എഴുതുന്നത് പറയുക കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടി പ്രയോജനം കിട്ടും. പിന്നെ മറ്റൊരു തരത്തിലും ലിഖിത സമർപ്പണമുണ്ട്, നാരായണീയം. നാരായണീയം ഒരു ദിവസം 1 ദശകം വീതം എഴുതി സമർപ്പിക്കാം. മഹാഭാഗ്യമാണ്. ഈ ജന്മത്തെ എല്ലാ പാപങ്ങളും ഇതിനാലൊക്കെ നിങ്ങൾക്ക് കഴുകിക്കളയാൻ പറ്റും. ലിഖിത സമർപ്പണത്തിന് തയ്യാറെടുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു 7 ദിവസം മുതൽ 9 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു തുടങ്ങും. എല്ലാവരും ലിഖിത സമർപ്പണത്തിനെ ഒരു ചെറിയ വഴിപാടായി കാണരുത്. നാരായണീയം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമായി തോന്നുന്നുണ്ടോ? എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധയോട് വേണം. ഒരു കാരണവശാലും അക്ഷരത്തെറ്റുണ്ടാവാൻ പാടില്ല. നാരായണീയം നോക്കി വൃത്തിയായി ശ്രദ്ധയോടുകൂടി പറഞ്ഞുകൊണ്ട് എഴുതുക. എഴുതിയതിന് ശേഷം എഴുതിയത് വായിച്ചു നോക്കുക. തെറ്റുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം നമ്മളൊരു ചെറിയ കർമ്മമല്ല ചെയ്യുന്നത്. ലിഖിത സമർപ്പണം എന്നൊരു വലിയ കർമ്മത്തിലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാ മാഹാത്മ്യം കൊടുത്ത് വേണം അതിനെ സമീപിക്കുക. അപ്പോൾ ലിഖിത സമർപ്പണം നമ്മളൊരു ബുക്കെല്ലാം എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? നേരെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെല്ലുക. അകത്ത് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ആ ഭണ്ഡാരത്തിൻ്റെ പുറത്ത് സമർപ്പിക്കാം. അതൊരു മാർഗം. അങ്ങനെ സമർപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ക്യൂ ഒക്കെ നിന്ന് ഭഗവാന്റെ നാലമ്പലത്തിനകത്ത് കയറുമല്ലോ, നമ്മുടെ പൊന്നുണ്ണിയുടെ മുന്നിൽ നിങ്ങൾ ചെല്ലുമല്ലോ, അവിടെ സോപാനത്തിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ഉറപ്പു തരുന്നു, അകത്ത് കയറി സോപാനത്തിൽ സമർപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അത് നിശ്ചയമാണ്. നീലപ്പട്ടിലോ മഞ്ഞപ്പട്ടിലോ പൊതിഞ്ഞ് ഈ ബുക്ക് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. എന്നിട്ട് ക്യൂ നിന്ന് ഭഗവാനെ തൊഴാൻ നിങ്ങൾ അകത്ത് കയറുമല്ലോ, നാലമ്പലത്തിനകത്ത് കയറുമ്പോൾ ആ സോപാനപടിയിൽ നിങ്ങൾക്കിത് സമർപ്പിക്കാൻ കഴിയും. ലിഖിത സമർപ്പണത്തിൻ്റെ ഭാഗമായതിനു ശേഷം തൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും
സർവ്വ ഐശ്വര്യങ്ങളും നേടിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മളുടെ വൈകുണ്ഠം എന്ന സത്സംഗത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ലിഖിത സമർപ്പണം സാധ്യമാകുന്നില്ല, അത്രയുടെ എത്താൻ പറ്റുന്നില്ല എന്നുള്ള നമ്മുടെ പ്രായം ചെന്നിട്ടുള്ള അമ്മമാർക്കാണ് എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മാർഗമുണ്ട്. നിങ്ങൾ ധൈര്യമായി എഴുതിക്കോളൂ. നിങ്ങളുടെ വീടിന് അടുത്തുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ച് അവിടെ നടയിൽ സമർപ്പിച്ചോളൂ. ഗുരുവായൂരപ്പൻ അത് സ്വീകരിക്കും. അതിന് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ കൊണ്ടു കൊടുക്കണം എന്നില്ല. സാധ്യമാകുന്ന മക്കൾ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാച്ചാൽ നമ്മുടെ പ്രായം ചെന്ന അമ്മമാർക്കൊക്കെ ലിഖിത സമർപ്പണം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാച്ചാൽ തൊട്ടടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ലിഖിത സമർപ്പണം ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഒരു വലിയ വഴിപാടാണിത്. നിങ്ങളതിനു വേണ്ടി ഒരു തുക മുടക്കുന്നില്ല എന്ന് കരുതി അതിനെ ചെറുതായി കാണരുത്. അതിൻ്റെ മാഹാത്മ്യം ഭഗവാൻ സ്വീകരിക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. കാരണം നിങ്ങൾ ദിവസവും എഴുതുകയാണ്. നാരായണീയമാണെങ്കിൽ ഓരോ ദശകം വെച്ചിട്ട് ദിവസവും എഴുതുകയാണ് പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ മനസ്സിൽ എൻ്റെ ഭഗവാന് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു ഭക്ഷണം പോലെ അത്ര ശുദ്ധവും പുണ്യവുമായി ചെയ്യുന്ന ഒരു ക്രിയയാണത്. നിങ്ങളുടെ വലിയ ആ ആഗ്രഹം സാധിക്കാൻ, ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്, ആ വിജയത്തിന് എല്ലാം ഈ ലിഖിത സമർപ്പണം സാധ്യമാക്കും. നമ്മുടെ ഈ സത്സംഗത്തിലുള്ള 7ഓളം ആൾക്കാർ വൈകുണ്ഠത്തിൻ്റെ ഭാഗമായതിന് ശേഷം ലിഖിത സമർപ്പണം ചെയ്യുകയും തൻ്റെ മകളുടെ വിവാഹം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് നടത്താൻ സാധിക്കുകയും തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് പരിഹാരം ഉണ്ടാക്കുകയും ജപ്തിയിൽ കിടന്ന വീട് തിരികെ ലഭിക്കുകയും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയും വസ്തുവിൻ്റെ മേൽ നടന്നൊരു വലിയ കേസ് ഭഗവാൻ എടുത്തു മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന ആ വലിയ നിങ്ങളുടെ ഒരു പ്രശ്നമില്ലേ, പരിഹാരമില്ലാതെ കിടക്കുന്ന ആ പ്രശ്നം, എന്താ ചെയ്യുക ഗുരുവായൂരപ്പ, ഞാൻ എങ്ങനെയാ ചെയ്യുക, ഇത് എന്നാൽ സാധ്യമല്ലല്ലോ കണ്ണാ, എനിക്കൊരു വഴിയുമില്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സ് നൊന്തിരിക്കുന്നൊരു കാര്യമില്ലേ? ഇല്ലേ? ആ കാര്യത്തിൻ്റെ പുറത്ത് നമുക്കൊരു മറുപടി വേണ്ടേ, ഒരു പരിഹാരം വേണ്ടേ? നമ്മുടെ ഭഗവാനതിന് തയ്യാറായി നമ്മുടെ ഒപ്പം നിൽപ്പുണ്ട്. നിങ്ങളൊന്ന് മനസ്സ് വിചാരിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒട്ടും താമസം വേണ്ട, ഒരു ബുക്ക് ഇന്ന് തന്നെ വാങ്ങുക. നാളെ കാലയിൽ മുതൽ, നാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുതൽ ഞാൻ ലിഖിത സമർപ്പണത്തിന് എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തുന്നു എന്ന് ഇന്ന് കിടക്കുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ കിടക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, നാളെ ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ വലിയ ക്രിയയുടെ ഓർമ്മകളിലായിരിക്കണം കിടക്കുന്നത്. ഉണർന്ന് ഉടൻ തന്നെ സ്നാനം ചെയ്തതിന് ശേഷം പേനയും ബുക്കും എടുത്ത് ലിഖിത സമർപ്പണത്തിനൊരുങ്ങുക. ഇനിയുള്ള ദിവസങ്ങളിൽ എന്നും രാവിലെ ഒരു 2 വരി നിങ്ങളതിനു വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ ആ ഉത്തരമില്ലാത്ത ചോദ്യം, ആ നടക്കാതെ പോയ ആഗ്രഹം, ആ വലിയ സ്വപ്നം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനത്തെ വഴി, അങ്ങനെ നിങ്ങളാകെ പിരിമുറുക്കത്തിലായിരിക്കുന്ന എന്ത് പ്രശ്നത്തിന്മേലാണോ, മക്കളുടെ വിവാഹമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, രോഗമായിക്കോട്ടെ, വീടില്ലാത്തതായിക്കോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനു മേൽ ഭഗവാന്റെ ഒരു ഉത്തരം കിട്ടിയിരിക്കും. എന്ന് നിങ്ങൾ ലിഖിത സമർപ്പണം അവിടെ ചെയ്യുന്നു, അതിനു മുൻപ് ഭഗവാൻ നിങ്ങളുടെ ഒരു മുന്നിൽ ഏതെങ്കിലും രൂപത്തിൽ എത്തി അതിന് പരിഹാരം കാണും. ഇതൊരു വെറും വാക്കല്ല, ഭഗവാനിലുള്ളൊരു വിശ്വാസമാണ്, ഭഗവാൻ എന്ന സത്യമാണ്. ഗുരുവായൂരപ്പൻ എന്നാൽ ചെറിയൊരാളല്ല, ആരും അതിനെ ചെറുതായി കാണണ്ട. ഭഗവാന്റെ ലീലാവിലാസങ്ങൾ വർണ്ണിക്കാൻ പറ്റാത്തതാണ്. ഭഗവാൻ കണ്ണു തുറന്നാൽ ഒരു നൊടി കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം. നമ്മളെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്നതും നമ്മൾ ഈ ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം, പുറത്തേക്ക് വിടുന്ന ഈ ശ്വാസം, ഇതെല്ലാം ആ പൊന്നു തമ്പുരാൻ്റെ ദാനമാണ്.
അപ്പോൾ ഈ മനോഹരമായ ഒരു ജീവിതം ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അലങ്കരിക്കണം എന്ന് ഭഗവാന് നന്നായി അറിയാം. അതിന് നമ്മളെന്താണ് ചെയ്യേണ്ടത്? ആത്മീയമായി വളരുക, ഭഗവാനിലേക്ക് അടുക്കുക, സർവവും ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുക. അതെല്ലാവരിലും സാധ്യമല്ല. അത് സാധ്യമാകണമെങ്കിൽ നിങ്ങളെ ആദ്യം ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരണത്തിൻ്റെ ആദ്യപടി എന്ന നിലയിൽ ഈ ലിഖിതം നമുക്കെടുക്കാം. നാളെ മുതൽ ഞാൻ എന്നെ മാറ്റുന്നു, ഇനിയിലൊരു മാറ്റം ഞാൻ ഉണ്ടാക്കുന്നു, ഞാൻ ലിഖിത സമർപ്പണത്തിന് തയ്യാറാകുന്നു. അതുമൂലം നിങ്ങൾ ആ നാമം ജപിക്കുന്നു, എഴുതുന്നു. ഒരു പ്രത്യേക ദിവസത്തിൽ നിങ്ങൾ ഭഗവത് പാദങ്ങളിൽ അത് സമർപ്പിക്കുന്നു. ഭഗവാൻ ഇരുകരങ്ങളും നീട്ടി അത് സ്വീകരിക്കുന്നു. നിങ്ങൾ കൊണ്ടുചെന്ന് സമർപ്പിക്കുന്ന ഒരു തുളസിയില പോലും നഷ്ടമായി പോകില്ല മക്കളെ. നിങ്ങൾ ഇവിടുന്ന് കയ്യിൽ കരുതി കൊണ്ടുപോകുന്ന ഒരു തുളസിയില പോലും ഭഗവാൻ തൻ്റെ പൊന്നിൻ കിരീടത്തിന് മുകളിൽ സ്വീകരിച്ചിരിക്കും വാങ്ങി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ആ കിരീടത്തിന് മുകളിൽ ഞാൻ സമർപ്പിച്ച ആ തുളസിപ്പൂവല്ലേ ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ, അതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. ഭഗവാനെ നമുക്കൊരിക്കലും അളക്കാനാവില്ല. ഭഗവാൻ തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരാൾക്കും നമ്മളെ തന്ന് തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പരിഹാരമുണ്ടാക്കി നമ്മളെ സർവ്വ ഐശ്വര്യത്തിലേക്ക് എത്തിക്കാൻ മറ്റൊരു വ്യക്തികൾക്കുമാകില്ല. എന്നാൽ ഒരാൾക്ക് സാധ്യമാവും. അതാരാണ്? നമ്മുടെ ഗുരുവായൂരപ്പൻ. അതിന് എന്താണ് ചെയ്യേണ്ടത്? നാമജപം. പിന്നെന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആ പാദത്തിൽ നിങ്ങളുടെ കണ്ണുനീരാകുന്ന പുഷ്പങ്ങൾ അർപ്പിക്കുക. നിങ്ങൾക്ക് എന്താണ് ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കുന്നത് അത് മാത്രം ചെയ്താൽ മതി കേട്ടോ. വലിയ വലിയ ആൾക്കാർ ഭഗവാനോട് കുഴലും കിരീടവും ഒക്കെ സ്വർണ്ണമായി കൊടുക്കുമ്പോൾ, കണ്ണാ എൻ്റെ കയ്യിൽ ഈ തുളസിപ്പൂ മാത്രമേ ഉള്ളല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ച് തിരുസന്നിധിയിലേക്ക് ചെല്ലുക. ആ കിരീടത്തിന് മുകളിൽ ഭഗവാൻ എടുത്തണിയുന്നത് ഈ തുളസിക്കതിരായിരിക്കും. ഭഗവാന് നിങ്ങളോടാണ് സ്നേഹം. നിങ്ങളാണ് ഭഗവാന്റെ എല്ലാം. അതിന് വലിപ്പച്ചെറുപ്പമില്ല. ഗുരുവായൂരപ്പനെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഹൃദയം തുറന്ന് എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. നിങ്ങളിനിയും ഭഗവാനെ എന്ത് തരത്തിൽ എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തന്നില്ല, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കേട്ടിട്ടില്ല, ഇങ്ങനെ എന്തു പറഞ്ഞാലും ഭഗവാൻ അത് കൈക്കൊള്ളില്ല. എങ്ങനെയാണോ നമ്മുടെ പെറ്റമ്മ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്നത് അതുപോലെ ക്ഷമിച്ച് നമ്മുടെ കൈ പിടിച്ച് നടത്തുന്നതാണ് പൊന്നു ഗുരുവായൂരപ്പൻ. അപ്പോൾ നാളെ മുതൽ ലിഖിത സമർപ്പണത്തിന് കൂട്ടുകാരെല്ലാം തയ്യാറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാളെ തന്നെ ലിഖിത സമർപ്പണത്തിന് തയ്യാറാകുക. ആ ഒരു വലിയ ആഗ്രഹം ഭഗവാന് മുന്നിൽ സമർപ്പിക്കുക, ലിഖിത സമർപ്പണം ചെയ്യുക, ആ വലിയ ആഗ്രഹം നേടിയെടുക്കുക, മറ്റുള്ളവരിലേക്ക് ഈ വിവരം അറിയിക്കുക. മറ്റുള്ളവരെ കാരണം നിങ്ങളും ഭഗവാന്റെ മുന്നിൽ, നിങ്ങൾ കാരണം മറ്റുള്ളവരും ഭഗവാന്റെ മുന്നിൽ ലിഖിത സമർപ്പണം ചെയ്യാൻ ഇടയാകട്ടെ. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടി പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സ്നേഹമാണ് വൈകുണ്ഠത്തിൻ്റെ വിജയം. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.